ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിരിക്കുന്നു? ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. ഇന്നൊരു ട്രഡീഷണൽ ഐറ്റത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. ഇന്ന് മലബാറിൻ്റെ സ്വന്തം അട്ടിപ്പത്തിൽ റെസിപ്പിയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് പൊന്നി റൈസാണ് എടുത്തിരിക്കുന്നത്. സോക്ക് ചെയ്ത് വെച്ചതാണ്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം, എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഞാൻ ഗ്രൈൻഡറിലാണ് അരയ്ക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ട പ്രോൺസ് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 500 ഗ്രാം പ്രോൺസാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ചിക്കൻ വെച്ചിട്ടും ബീഫ് വെച്ചിട്ടും എല്ലാം ചെയ്യാം. പക്ഷേ കുറച്ചുകൂടെ ടേസ്റ്റി ആൻഡ് വെറൈറ്റിയാണ് പ്രോൺസ് റെസിപ്പി. അപ്പോൾ പ്രോൺസ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ പകരം ചിക്കൻ വെച്ചിട്ടും ബീഫ് വെച്ചിട്ടെല്ലാം നമുക്കിത് ചെയ്തെടുക്കാം. എനിക്ക് കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് തോന്നിയത് പ്രോൺസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പ്രോൺസ് എടുത്തത്. ഇനി നമുക്കൊരു പാത്രം വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ഈ പ്രോൺസ് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഈ ഓയിലൊന്ന് ചൂടായി വരുമ്പം നമ്മൾ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ച പ്രോൺസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് മുഴുവനിട്ട് വേവിച്ചെടുക്കാം. പ്രോൺസ് ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ചിക്കൻ വെച്ചിട്ടും ബീഫ് വെച്ചിട്ടെല്ലാം ചെയ്യാം. പക്ഷേ ഇതൊരു വെറൈറ്റിയാണ്, കുറച്ചുകൂടെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സംഭവം ചെയ്തെടുക്കാൻ കുറച്ച് ടൈം എടുക്കും, കുറച്ച് പണിയാണ്. പക്ഷേ വർത്തിയാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. ലോ ഫ്ലെയിമിൽ 2 സൈഡും വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ പ്രോൺസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാൻ വാങ്ങിയ പ്രോൺസിന് സൈസ് കുറച്ച് കൂടുതലായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ കട്ട് ചെയ്തിട്ടാണ് യൂസ് ചെയ്തത്. ഇത് ഫ്രൈ ചെയ്തതിന് ശേഷം ചെറുതായിട്ട് കൈവച്ച് കട്ട് ചെയ്തെടുത്തു. നിങ്ങൾക്ക് ചെറുത് കിട്ടുവാണെങ്കിൽ അതായിരിക്കും ഇതിന് കുറച്ചും കൂടെ ബെറ്റർ. ചെറിയ സൈസിലുള്ളത് കിട്ടുവാണെങ്കിൽ അതായിരിക്കും ബെറ്റർ. ഞാൻ ആ സെയിം പാനിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് കറിവേപ്പില, ഒനിയൻ, ജിഞ്ചർ ഗാർലിക്, ഗ്രീൻ ചില്ലി, ടൊമാറ്റോ ഇത്രയും ഐറ്റംസ് ഇട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഈ ഉള്ളി നന്നായി വാടി വന്നാൽ, ഇതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വന്നാൽ നമുക്കിതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇത്രയും മസാലകൾ ചേർത്ത് മസാല പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മസാല നന്നായി വാടി വന്നാൽ തൽക്കാലം ആ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് നമുക്ക് കൊഞ്ചം ചെറുതായിട്ട് ചെറിയ പീസാക്കി മുറിച്ച് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കോക്കനട്ട് ചമ്മന്തി പോലെ ചെയ്തെടുത്തതും കൂടെ വേണം. അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ, കുറച്ച് വലിയ ജീരകം, റെഡ് ചില്ലി പൗഡർ, ഉപ്പ് ഇത്രയും ഐറ്റംസ് ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി ആ പ്രോൺസും തേങ്ങ ചമ്മന്തിയും കൂടെ നമുക്ക് മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടി നന്നായി മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ച ബാറ്ററിലെ റൈസ് അത് അട്ടിപ്പത്തലിൻ്റെ ഷേപ്പിലേക്ക് പരത്തിയെടുക്കുകയാണ്. ഞാനിവിടെ ഫോയിൽ പേപ്പറാണ് യൂസ് ചെയ്തത്. ഞാനിവിടെ UAE ആയതുകൊണ്ട് വാഴയില അങ്ങനെ കിട്ടാനില്ലാത്തത് കൊണ്ട് ഞാൻ തൽക്കാലം ഫോയിൽ പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ നാട്ടിലാണെങ്കിൽ വാഴയില തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇനി ഇതിലേക്ക് റൈസ് ചെറിയ ബോളായിട്ട് എടുത്തിട്ട് നമുക്ക് ലെയറാക്കി പരത്തിയെടുക്കണം. ഞാൻ 5 ലെയർ വരെ ഇവിടെ ചെയ്യുന്നുണ്ട്. തിന്നായിട്ടുള്ള 5 ലെയർ വരെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് ലെയറാണ് ചെയ്തെടുക്കുന്നത്.
ഇങ്ങനെ വെച്ച് റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കാം. ഇതൊരു മീഡിയം സൈസ് റൗണ്ട് ഷേപ്പിലായി കഴിഞ്ഞാൽ നമുക്കിതുപോലെ തന്നെ വേറൊരെണ്ണം കൂടെ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ വേറൊരു ഫോയിൽ പേപ്പറും കൂടെ എടുക്കുന്നുണ്ട്. ഇതിലും സെയിം കുറച്ച് ഓയിൽ തടവി റൈസ് ബോളാക്കിയെടുത്ത് പരത്തിയെടുക്കാം. അപ്പോൾ ഇതാ റൈസ് ഞാനിവിടെ റൗണ്ടാക്കി പരത്തിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല കൂടെ വെച്ച് കൊടുക്കണം. ഓരോ ലെയറാക്കി മസാലകളും കൂടെ വെച്ച് കൊടുക്കാം. മസാല കൈകൊണ്ട് എല്ലാ ഭാഗത്തും എത്തുന്നത് പോലെ കവർ ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. ഇനി അതിൻ്റെ മേലത്തേക്ക് നേരത്തെ പരത്തി വെച്ച റൈസില്ലേ അതും കൂടെ ചേർത്ത് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഏകദേശം ആ ഒരു സെയിം പ്ലേസിൽ തന്നെ വെച്ചിട്ട് കൈ കൊണ്ട് നന്നായി അമർത്തി കൊടുത്താൽ അവിടെ തന്നെ ഒട്ടി വരും. അതിനുശേഷം ഫോയിൽ പേപ്പർ മെല്ലെ റിമൂവ് ചെയ്തെടുക്കുക. ഇങ്ങനെ ഗ്യാപ്പ് ഉണ്ടാകും, കുഴപ്പമില്ല. അതിന് ഇടയിൽ പിന്നെയും ഫില്ലിങ് വരുന്നതായതുകൊണ്ട് കുഴപ്പമില്ല. ഇങ്ങനെ നന്നായി ഒന്നും കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കാം, മസാല ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് ലെയറിനുള്ളത് നമുക്ക് പരത്തിയെടുക്കാം. ഇങ്ങനെ 5 ലെയർ വരെയാണ് ചെയ്യുന്നത്. അങ്ങനെ നെക്സ്റ്റ് മസാല വെക്കുന്നുണ്ട്. മസാല വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അരുവിലും എല്ലാ സൈഡിലും മസാല നന്നായി കവർ ചെയ്യണം. അങ്ങനെ 5 ലെയർ ആയതിന് ശേഷം ഞാനിത് ഒരു സ്പൂൺ എടുത്തിട്ട് റൗണ്ട് ഷേപ്പിലേക്കാക്കി മാറ്റിയെടുക്കുന്നുണ്ട്. സൈഡ് നന്നായി ഷേപ്പാക്കി എടുക്കുകയാണ്. സ്പൂണിൻ്റെ സൈഡ് വെച്ചിട്ട് നമുക്ക് ഭംഗിക്ക് വേണ്ടിയിട്ട് ചെറുതായ ഒരു ടാപ്പും കൂടെ ചെയ്ത് കൊടുക്കാം. സ്പൂണിൻ്റെ സൈഡ് തന്നെ വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിങ്ങനെയാണ് ചെയ്യാറ് സാധാരണ. പക്ഷെ ഇത് വെന്ത് വരുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ. ഇനി നമുക്കിത് കവർ ചെയ്തിട്ട് സ്റ്റീം ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ മൂടിച്ചെമ്പില്ലേ അതിലാണ് വെച്ച് കൊടുക്കുന്നത്. ഇഡ്ഡലി തട്ട് അങ്ങനെ ഇഡ്ഡലിയെല്ലാം ഉണ്ടാക്കുന്ന പാത്രമില്ലേ അതിൽ ഇഡ്ഡലി തട്ട് മാറ്റിയിട്ട് നടുക്ക് വെക്കുന്ന അച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഞാനിത് എക്സ്ട്രാ വന്ന ഫോയിൽ പേപ്പർ കട്ട് ചെയ്ത് മാറ്റുവാണ്. ഇപ്പോൾ എളുപ്പത്തിൽ അതിൻ്റെ ടോപ്പ് അടയ്ക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നന്നായി അമർത്തി മൂടി വെക്കാം. 1 അരമണിക്കൂർ ഹൈ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. ഇത് വെന്തതിന് ശേഷം ഇങ്ങനെ ഇരിക്കും സംഭവം. സൂപ്പറാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ കമൻസ് എന്നെ അറിയിക്കണം. സംഭവം പൊളി ടേസ്റ്റാണ് മക്കളെ, ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കണം. ഓക്കെ, എന്നിട്ട് എല്ലാവരും കമൻറ്റ് അറിയിക്കുകയും ചെയ്യണേ. ഇതാ ഞാനിവിടെ ഇത് കേക്ക് കട്ട് ചെയ്യുന്നത് പോലെ സ്ലൈസാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഞാൻ ലെയർ കാണിക്കാം. നോക്കൂ, 5 ലെയറായിട്ട് സൂപ്പറാണ് സാധനം. ഓരോ ലെയറിൻ്റെ ഇൻ ബിറ്റ്വീനിലും മസാല വെച്ചിട്ട് നല്ല ടേസ്റ്റി സാധനമാണ്, നല്ല ഫില്ലിങ്ങും ആണ്, ഹെൽത്തിയുമാണ്. ഓക്കെ, താങ്ക് യു, ബൈ.